അങ്ങനെ നമ്മൾ പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ ബാലചന്ദ്രൻ സ്റ്റാൻലിയെ കണ്ടുമുട്ടുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ആട്ടോ പറയുന്നത്. സ്റ്റാൻലി വരാന്തയിൽ പഴയ ചാരു കസേരയിലിരിക്കുകയാണ്. മുൻപിൽ ചെറിയ മേശപ്പുറത്ത് പകുതി കാലിയാക്കിയ ഒരു മദ്യക്കുപ്പിയുണ്ട്. കയ്യിലിരിക്കുന്ന ഗ്ലാസ്സിലെ മദ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആ ഒരു ഗേറ്റ് തുറന്ന് ഒരാൾ കടന്നു വരുന്നത്. അത് ബാലേന്ദ്രനായിരുന്നു. ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും തകർന്ന ഒരു മനുഷ്യന്റെ രൂപമായിരുന്നു ബാലേന്ദ്രൻ. നടത്തത്തിൽ പോലും വല്ലാത്ത ഭാരമുണ്ടായിരുന്നു. സ്റ്റാൻലിക്ക് അയാളെ കണ്ടിട്ട് വലിയ പരിചയമൊന്നും തോന്നിയില്ല. ഗേറ്റിലെ നായ്ക്കൾ അപരിചിതരെ കണ്ട് കുറച്ച് ചാടാൻ തുടങ്ങിയെങ്കിലും ബാലേന്ദ്രൻ അതൊന്നും ശ്രദ്ധിക്കാതെ നേരെ വരാന്തയിലേക്ക് അങ്ങ് കയറി വന്നു. ആരാ? സ്റ്റാൻലി ഗ്ലാസ് താഴെ വെക്കാതെ തന്നെ ഗൗരവത്തിൽ ചോദിച്ചു. ശബ്ദത്തിൽ ഒരു അധികാരമുണ്ടായിരുന്നു. ബാലചന്ദ്രൻ ഒന്ന് നിശ്വസിച്ചു. അയാൾക്ക് ചുറ്റും നിൽക്കുന്ന നായ്ക്കോ സ്റ്റാൻലിയുടെ ഗൗരവത്തെയോ ഒന്നും തന്നെ പേടിയില്ലായിരുന്നു. എൻ്റെ പേര് ബാലേന്ദ്രൻ, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സ്റ്റാൻലി ഒന്ന് നെറ്റിച്ചുടിച്ചു. എന്നെ കാണാനോ? അതും ഈ നേരത്ത്? എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ലല്ലോ. ബാലേന്ദ്രൻ പതിയെ വരാന്തയിലേക്ക് ഒരു കസേരയിലേക്ക് അങ്ങിരുന്നു. ആ ഇരിപ്പിൽ തന്നെ അയാളുടെ ഉള്ളിലെ ക്ഷീണം മുഴുവൻ അങ്ങ് കാണാമായിരുന്നു. എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടാവാൻ വഴിയില്ല, പക്ഷേ എനിക്ക് നിങ്ങളെ നന്നായിട്ടറിയാം. സ്റ്റാൻലി, ഞാൻ വന്നത് ഒരു പെൺകുട്ടിയുടെ കാര്യം സംസാരിക്കാനാ. സ്റ്റാൻലി ഗ്ലാസ്സിലെ മദ്യം ഒറ്റ വലിക്കങ്ങ് കുടിച്ചു തീർത്തു. അയാൾക്ക് പതിയെ ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. പെൺകുട്ടിയോ? ഏത് പെൺകുട്ടി? എനിക്കൊരു പെൺകുട്ടിയെയും അറിയില്ല. താൻ എന്താ ഈ പറയുന്നത്? ബാലേന്ദ്രൻ ഒട്ടും പതരാതെ സ്റ്റാൻലിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി പറഞ്ഞു. അലീന, അതാണ് ആ കുട്ടിയുടെ പേര്. അവൾക്ക് ഈ നായ്ക്കളുടെ ഒക്കെ ഭയങ്കര സ്നേഹമാണ്. നിങ്ങളെപ്പോലെ തന്നെ. ഏത് മുരടൻ പട്ടിയാണെങ്കിലും അവളെ കണ്ട വാലാട്ടിയങ്ങ് കൂടെ കൂടും. അവളുടെ സ്വഭാവം എവിടുന്നാ കിട്ടിയതെന്ന് എനിക്കിപ്പോഴല്ലേ നന്നായിട്ട് മനസ്സിലായത്. അലീന എന്ന പേര് കേട്ടപ്പോൾ തന്നെ സ്റ്റാൻലിയുടെ മുഖത്ത് ചെറിയൊരു സംശയം നേളിച്ചു. നായ്ക്കളെ സ്നേഹിക്കുന്നൊരു പെൺകുട്ടി, പക്ഷേ അവൾക്ക് താനുമായിട്ട് എന്താ ബന്ധം? അയാൾക്കൊന്നും മനസ്സിലായില്ല. താൻ ചുറ്റുവളക്കാതെ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ പറ. ഇവിടെ നിന്ന് പോവാൻ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്, സ്റ്റാൻലി ദേഷ്യത്തോടെ പറഞ്ഞു. ബാലേന്ദ്രൻ ഒന്ന് ചിരിച്ചു. വല്ലാത്തൊരു ചിരിയായിരുന്നു അത്. സങ്കടവും നിസ്സഹായതയും നിറഞ്ഞ ഒരു ചിരി. എന്നിട്ട് അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് വൈജയന്തി അറിയാമോ? ഗംഗാധര മേനോന്റെ വീട്ടിൽ വെച്ച് കുറെ കാലം ഉണ്ടായിരുന്ന ഗംഗാധര മേനോന്റെ സഹോദരി വൈജയന്തിയെ ഓർമ്മയുണ്ടോ? ആ പേര് കേട്ടപ്പോൾ സ്റ്റാൻലിയുടെ കയ്യിലിരുന്ന ആ ഒരു ഗ്ലാസ് അങ്ങ് താഴെ വീണ് പൊട്ടി. അയാളുടെ നെഞ്ചിലൂടെ ഒരു മിന്നലങ്ങ് കടന്നു പോകുന്നത് പോലെ തോന്നി. പെട്ടെന്ന് തന്നെ അയാളുടെ ഭാവം അങ്ങ് മാറി. കണ്ണൊക്കെ ചുവന്നു. ശ്വാസത്തിന്റെ വേഗത കൂടി. വർഷങ്ങൾക്ക് മുൻപ് താൻ കുഴിച്ചു മൂടിയ ആ ഒരു പേര്, ഒരിക്കലും ഇനി ഓർക്കില്ലെന്ന് കരുതിയ പേര്, അത് ഈ അപരിചിതന്റെ വായിൽ നിന്ന് കേട്ടപ്പോൾ സ്റ്റാൻലിക്ക് എന്തോ പോലെ തോന്നി. അയാൾ പെട്ടെന്ന് കസേരയിൽ നിന്നങ്ങ് എഴുന്നേറ്റു. നീ ആരടാ? നിന്നെ ആരടാ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്? സ്റ്റാൻലി അലറുകയായിരുന്നു. അയാളുടെ ശബ്ദം കേട്ട് നായ്ക്കൾ ഇങ്ങനെ വീണ്ടും കുരക്കാൻ തുടങ്ങി. എന്തിനാ ഇപ്പോൾ അവളുടെ പേരും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? ബാലചന്ദ്രൻ ഒട്ടും പേടിക്കാതെ അവിടെ തന്നെ ഇരുന്നു. എന്നെ ആരും പറഞ്ഞു വിട്ടതൊന്നുമല്ല മിസ്റ്റർ സ്റ്റാൻലി. ഞാൻ ചോദിച്ചതിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. നിങ്ങൾക്ക് വൈജയന്തി അറിയാമോ? നിങ്ങൾ തമ്മിൽ പ്രണയമായിരുന്നോ? അതൊക്കെ കേട്ടപ്പോൾ സ്റ്റാൻലിക്ക് അങ്ങ് നിയന്ത്രണം വിട്ടു. അയാൾ ബാലേന്ദ്രന്റെ ഷർട്ടിന്റെ കോളറിനങ്ങ് കുത്തിരി പിടിച്ചു. ഇതൊക്കെ അറിഞ്ഞിട്ട് നിനക്കിപ്പോൾ എന്ത് ചെയ്യാനടാ? നീ ആരടാ ഇതൊക്കെ ചോദിക്കാൻ? എനിക്കറിയണം സ്റ്റാൻലി, എനിക്കത് അറിഞ്ഞേ മതിയാവൂ. നിങ്ങൾ കാരണം 10-23 വർഷം ചതിക്കപ്പെട്ടൊരു മനുഷ്യനാ ഞാൻ. എൻ്റെ ജീവിതം നശിച്ചു പോയത്. അതിൻ്റെ കഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ബാലചന്ദ്രന്റെ ശബ്ദത്തിൽ ദേഷ്യത്തേക്കാൾ കൂടുതൽ സങ്കടമായിരുന്നു. സ്റ്റാൻലി പെട്ടെന്നങ്ങ് പിടിവിട്ടു. അയാൾക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. എനിക്ക് നിന്നോടൊരു കഥയും പറയാനില്ല. നീ മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോവാൻ നോക്ക്, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ വെറുതെ ഒന്ന് കൈ ഞൊടിച്ചാൽ മതി, ഈ നായ്ക്കൾ മുഴുവൻ നിന്റെ ദേഹത്തെങ്ങ് പാഞ്ഞു കയറും. പിന്നെ നിന്റെ എല്ല് പോലും ഇവിടെ ബാക്കി കാണില്ല. ഇറങ്ങി പോടോ ഇവിടുന്ന്. ബാലചന്ദ്രൻ പുച്ഛത്തോടെ നിന്ന് ചിരിച്ചു. എനിക്കൊരു നായ്ക്കുട്ടിയെയും പേടിയില്ല സ്റ്റാൻലി. പേടിയില്ലാത്തത് കൊണ്ടല്ലേ ഇത്ര ധൈര്യമായിട്ട് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. നിങ്ങൾ പട്ടാളത്തിൽ വലിയ ആളൊക്കെ ആയിരുന്നേക്കാം, പക്ഷേ എൻ്റെ മുൻപിൽ അതൊന്നുമില്ല. ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും തോറ്റുപോയൊരു മനുഷ്യനാണ് ഞാൻ. എനിക്കിനി കീഴ്മേലൊന്നും നോക്കാനില്ല. എനിക്ക് സത്യം അറിയണം. സ്റ്റാൻലിക്ക് മനസ്സിലായി ഇയാൾ വന്നത് വെറുതെ പേടിപ്പിക്കാൻ പോകുന്ന ആളല്ല എന്ന്. അയാളുടെ കണ്ണുകളിൽ വല്ലാത്ത നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. സ്റ്റാൻലി ഒന്ന് ശാന്തനായി. എന്നിട്ട് ചോദിച്ചു, നിന്റെ വരവിൻ്റെ ഉദ്ദേശം എന്താ? നീ എന്തിനാ ഇപ്പോൾ എന്നെ കാണാൻ വന്നത്? വൈജയന്തിയെക്കുറിച്ചൊക്കെ ഇപ്പോൾ പറയാൻ എന്താ കാരണം? നിനക്ക് എന്താ അറിയേണ്ടത്? ബാലചന്ദ്രൻ ഒരു ദീർഘനിശ്വാസം എടുത്തു. നിങ്ങളും അവളും, നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ ജീവിതമാ നശിച്ചു കളഞ്ഞത്. ഒരു കോമാളിയെ പോലെ ഞാൻ 23 വർഷം ജീവിച്ചു. അതിന് നിന്നെ എനിക്ക് അറിയ പോലുമില്ലല്ലോ. പിന്നെ ഞാനെങ്ങനെയാടാ നിന്റെ ജീവിതം നശിപ്പിക്കുന്നത്? നീ എന്തൊക്കെയായി പറയുന്നത്? സ്റ്റാൻലിക്ക് ശരിക്കും അങ്ങ് ദേഷ്യവും അമ്പരപ്പും ഒരുമിച്ച് വന്നു. നിങ്ങൾക്ക് എന്നെ അറിയില്ലായിരിക്കും, പക്ഷേ നിങ്ങളെ ജീവന് സ്നേഹിച്ചൊരു പെണ്ണുണ്ടല്ലോ വൈജയന്തി, അവൾക്ക് എന്നെ നന്നായിട്ട് അറിയാം. കാരണം അവൾ എൻ്റെ ഭാര്യയാണ്. ആ വാക്കുകൾ സ്റ്റാൻലിയുടെ തലക്കടിച്ചതുപോലെ തോന്നി. ഭാര്യയോ? വൈജയന്തിയുടെ ഭർത്താവാണോ ഇയാള്? സ്റ്റാൻലിയുടെ മനസ്സിലേക്ക് പഴയ ഓർമ്മകളിങ്ങനെ ഒരു കൊടുങ്കാറ്റ് പോലെ ഇരിച്ചു കയറി. വൈജയന്തിയുടെ ചിരിക്കുന്ന മുഖം, അവരൊരുമിച്ച് നടന്ന വഴികൾ, ഗംഗാധര മേനോന്റെ എതിർപ്പുകൾ, ഹിന്ദുവും ക്രിസ്ത്യാനും തമ്മിലുള്ള പ്രണയം, വീട്ടുകാർ അറിഞ്ഞപ്പോഴുണ്ടായ പുകിലുകൾ, അവസാനം അവളെ അവർ എങ്ങോട്ടേക്കോ മാറ്റിയതും താൻ ഒരുപാട് അന്വേഷിച്ചിട്ടും കിട്ടാതെ വന്നതൊക്കെ അയാളുടെ മനസ്സിലൂടെ ഒരു സിനിമാ കഥ പോലെ അങ്ങ് കടന്നുപോയി.
അയാൾ അവളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. അവളെ ഓർക്കാത്ത ഒരു ദിവസം പോലും അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. സ്റ്റാൻലി വിയർക്കാൻ തുടങ്ങി. അയാളുടെ നെഞ്ചിരിപ്പ് കൂടി. കൈകൾ വിറക്കുന്നത് പോലെ തോന്നി. ഈ ഇരിക്കുന്നത് അവൾക്ക് താലി ചാർത്തിയ മനുഷ്യനാണ്. തനിക്ക് സ്വന്തമാക്കിയിരുന്നവളെ സ്വന്തമാക്കിയ ആള്. എന്താ സ്റ്റാൻലി, നിങ്ങൾ വിയർക്കുന്നുണ്ടല്ലോ? ബാലേന്ദ്രൻ ചോദിച്ചു. സ്റ്റാൻലി വേഗം തിരിഞ്ഞു നിന്നു. അയാൾക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. വൈജയന്തി, അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്താ ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല ഞാൻ. എനിക്കിതൊന്നും കേൾക്കണ്ട. നീ ഇവിടെ നിന്ന് പോയിക്കോ. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലായിരിക്കും, പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ പെട്ടു നിൽക്കുന്ന അവസ്ഥയിലാണ്. അങ്ങനെയാ, നിങ്ങൾ കേൾക്കണം. ബാലചന്ദ്രൻ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. എൻ്റെ ഭാര്യയാണ് അവൾ. പക്ഷേ ഇന്നുവരെ അവൾ ഈ സത്യങ്ങളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. നിങ്ങളെക്കുറിച്ചോ അവളുടെ പഴയ കാലത്തെക്കുറിച്ചോ ഒരക്ഷരം പോലും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാം മറച്ചു വെച്ചിട്ടാ അവൾ എൻ്റെ തലയിലേക്കും കെട്ടിവെച്ചത്. 23 വർഷം ഒരു പൊട്ടനെ പോലെ ഞാൻ അവളോടൊപ്പം ജീവിച്ചു. എനിക്കും അവളിൽ കുട്ടികളുണ്ട്. ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു? ഇതൊക്കെ ഞാൻ എങ്ങനെയൊക്കെയോ അറിഞ്ഞു. അതറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ വേദന നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല സ്റ്റാൻലി. സ്റ്റാൻലി ഒന്നും മിണ്ടാതെ നിന്നു. അയാൾക്ക് കേൾക്കാൻ ശക്തിയില്ലാത്തതുപോലെ തോന്നി. ബാലേന്ദ്രൻ തുടർന്നു. പിന്നെ ആ പെൺകുട്ടി, ഞാൻ ആദ്യം പറഞ്ഞില്ലേ അലീന, നിങ്ങളെപ്പോലെ നായ്ക്കളെ സ്നേഹിക്കുന്ന കുട്ടി, അവൾ ആരാണെന്നറിയാമോ നിങ്ങൾക്ക്? സ്റ്റാൻലി തിരിഞ്ഞു നോക്കി. അയാളുടെ കണ്ണുകളിൽ ഭയമുണ്ടായിരുന്നു. അവൾ നിങ്ങളുടെ മോളാ സ്റ്റാൻലി. നിങ്ങളും വൈജയന്തിയും തമ്മിൽ സ്നേഹിച്ചതിൻ്റെ പ്രതിഫലമായി ഉണ്ടായ അവൾ. അലീന നിങ്ങളുടെ സ്വന്തം മകളാ. ആ നിമിഷം സ്റ്റാൻലിയുടെ ലോകമങ്ങ് അവിടെ നിശ്ചലമായിരുന്നു. നോ, അല്ല, നീ കള്ളം പറയാണ്, അയാൾ അറിയാതെ വിളിച്ചു കൂവി. അല്ലെന്ന് നിങ്ങൾ പറയും, കാരണം നിങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നല്ലോ. പക്ഷേ അതാണ് സത്യം. അലീന നിങ്ങളുടെ മകളാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മനുശങ്കറും ഞാനും കൂടിയാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. അന്നൊന്നും തന്നെ എനിക്ക് അറിയില്ലായിരുന്നു അവൾ എൻ്റെ ഭാര്യയുടെ മോളാണെന്ന്. എല്ലാം പറഞ്ഞപ്പോൾ എൻ്റെ ചങ്കങ്ങ് തകർന്നു പോയി. സ്റ്റാൻലി രൂക്ഷമായി ബാലേന്ദ്രനെ നോക്കി. അയാളുടെ ഉള്ളിലെ അച്ഛൻ ഉണരുന്നുണ്ടായിരുന്നു. തൻ്റെ ചോര തൻ്റെയും വൈജയന്തിൻ്റെ മകൾ. അവൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്ന സത്യം അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയാമോ സ്റ്റാൻലി? ബാലേന്ദ്രൻ ഒരു ചിരിയോട് പറഞ്ഞു. കണ്ണുനീര് തിരിഞ്ഞ ചിരി. വൈജയന്തിക്കിപ്പോഴും അറിയില്ല അലീന അവളുടെ സ്വന്തം മോളാണെന്ന്. അവളെ കണ്ണെടുത്താൽ കണ്ടൂടാ എൻ്റെ ഭാര്യയ്ക്ക്. അവൾ ആ വീട്ടിൽ നിന്നും പോയിരിക്കുകയാണ്. അലീന ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടാൽ മാത്രമേ അവൾ ഇനി അങ്ങോട്ടേക്ക് തിരിച്ചു വരൂ എന്ന് വാശി പിടിച്ച് മാറി നിൽക്കുക അവള്. എനിക്കാണെങ്കിൽ അവളെ ആ വീട്ടിൽ നിർത്താൻ ഒട്ടും താല്പര്യമില്ല. കാരണം അവളെ കാണുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടവനാണുള്ള ഓർമ്മയാ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ബാലേന്ദ്രനൊന്ന് നിർത്തി. എന്നിട്ട് ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. പക്ഷേ എനിക്ക് അവളെ തെരുവിലേക്ക് ഇറക്കി വിടാനൊന്നും പറ്റില്ലല്ലോ സ്റ്റാൻലി. അവൾ ആദ്യം അച്ഛ എന്ന് വിളിച്ചത് എന്നെ അവൾക്ക് ജീവനാ. അവളെ എനിക്ക് വെറുതെ അങ്ങനെ ഒഴിവാക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. അവളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു സ്ഥലം അത് അവളുടെ സ്വന്തം അച്ഛൻ്റെ അടുത്താണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. സ്റ്റാൻലിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. എൻ്റെ അടുത്തോ? അതെ, നിങ്ങൾ ഏറ്റെടുക്കണം. അവളുടെ ഉത്തരവാദിത്തമല്ല. അവൾ നിങ്ങളുടെ മോള. അച്ഛനും അമ്മയും അല്ലാതെ വേറെ ആരാ അവളുടെ മക്കളുടെ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുക്കാനുള്ളത്? ഇല്ല, അതൊന്നും പറ്റില്ല. നിങ്ങൾ എന്തൊക്കെ ഈ കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കി പറയുന്നത്? ഇതൊക്കെ ഞാൻ അങ്ങ് വെറുതെ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. സ്റ്റാൻലി ദേഷ്യവും സങ്കടവും മറച്ചു പിടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. ഞാൻ എന്തിനാ നിങ്ങളടുത്ത് വന്ന് കള്ളം പറയുന്നത്? നിങ്ങളൊരു റിട്ടയർഡ് പട്ടാളക്കാരനല്ലേ? നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ ഇപ്പോൾ ഒരുപാട് വഴികളുണ്ടല്ലോ. DNA ടെസ്റ്റൊക്കെ ചെയ്യാമല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മോളാണോ അല്ലയോ എന്ന് തെളിയിക്കാം. അതിന് നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എൻ്റെ ജീവിതമാണ് നശിച്ചത്. ബാലേന്ദ്രൻ എഴുന്നേറ്റ് നിന്നു. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. വൈജയന്തി ഇതുവരെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷേ ആ അലീന വീട്ടിൽ നിന്നും ഇറങ്ങുന്ന നിമിഷം അവളോട് ഞാൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയും. നിങ്ങളെക്കുറിച്ചും അലീനയെക്കുറിച്ചും എല്ലാം. എനിക്കിനി ഒന്നും നോക്കാനില്ല. ഇത്രയും കാലം ഞാൻ അനുഭവിച്ച വേദനയ്ക്ക് എനിക്കൊരു അറുതി വരുത്തണം. എനിക്ക് അലീനയെ പറഞ്ഞു വിടാൻ മനസ്സുണ്ടായിട്ടില്ല. പക്ഷേ അവൾ വേറെ എവിടെയെങ്കിലും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അവളെ എൻ്റെ സ്വന്തം മോലെ പോലെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ വെറുതെ എങ്ങോട്ടെങ്കിലും ഇറക്കി വിടാനൊന്നും എനിക്ക് പറ്റില്ല. ബാലചന്ദ്രൻ പറഞ്ഞത് മുഴുവൻ കേട്ട് വല്ലാത്ത ഷോക്കിൽ നിൽക്കുമായിരുന്നു സ്റ്റാൻലി. അയാൾക്ക് എന്ത് പറയണം, എന്ത് ചെയ്യണമെന്ന് യാതൊരുവിധ എത്തുമിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്തിന് സ്റ്റാൻലിയുടെ സഹായി ആൻ്റപ്പൻ അങ്ങോട്ടേക്ക് വന്നു. ആൻ്റപ്പൻ വരുമ്പോൾ സ്റ്റാൻലി വിയർത്ത് കുളിച്ച് ഒരു പ്രതിമയെ പോലെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇത്രയും കാലമായി സ്റ്റാൻലിയുടെ കൂടെ നിൽക്കുന്ന ആളാണ് ആൻ്റപ്പൻ. ഇന്ന് വരെ സ്റ്റാൻലി ഇങ്ങനൊരു കോലത്തിൽ അയാൾ കണ്ടിട്ടില്ല. എപ്പോഴും ധൈര്യത്തോടെ ആരെയും കൂസാതെ നിൽക്കുന്ന സ്റ്റാൻലി സർ ഇപ്പോഴിതാ തകർന്നു നിൽക്കുന്നു. എന്താ സാറേ, എന്ത് പറ്റി? ആൻ്റപ്പൻ പേടിയോടെ ചോദിച്ചു. സ്റ്റാൻലിക്ക് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. തനിക്ക് ചുറ്റും നടക്കുന്നതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു അയാൾ. പോടാ അവിടുന്ന്, പോയി നിന്റെ പണി നോക്കടാ. അയാൾ ആൻ്റപ്പനെ നോക്കി അലറി. ആൻ്റപ്പൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നു മാറി. എന്തോ വലിയ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ബാലചന്ദ്രൻ വല്ലാത്തൊരു സമാധാനം തോന്നിയിരുന്നു. ഇത്രയും നാൾ മനസ്സിൽ കൊണ്ടുവന്ന ഭാരം മുഴുവൻ ഇറക്കി വെച്ചതുപോലെ ബാലചന്ദ്രൻ തോന്നി. അയാൾ സ്റ്റാൻലിയെ ഒന്ന് നോക്കിയിട്ട് പതിയെ അവിടെ നിന്നും നീങ്ങി നടന്നു.
സ്റ്റാൻലിയോട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു അയാൾക്ക്. പക്ഷേ അയാളുടെ അവസ്ഥ കണ്ടപ്പോൾ ഇപ്പോൾ ഇത്രയും മതിയെന്ന് തോന്നി. ബാലചന്ദ്രൻ പോയതിനു ശേഷം സ്റ്റാൻലി അവിടെ തന്നെ തറഞ്ഞു നിന്നു. ഇരുട്ട് കൂടുതൽ കനത്തു വരികയായിരുന്നു. നായ്ക്കൾ കുര നിർത്തി. എവിടേക്കോ ചുരുണ്ടുകൂടി കിടപ്പായിരുന്നു. കാറ്റിന് നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ സ്റ്റാൻലിയുടെ ഉള്ളിൽ അപ്പോഴും ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. അയാളുടെ മനസ്സ് മുഴുവൻ പഴയ ആ ഒരു നല്ല കാലമായിരുന്നു. ഗംഗാധര മേനോൻ അന്നും തടസ്സം നിന്നില്ലായിരുന്നെങ്കിൽ താൻ എത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച തൻ്റെ വൈജയന്തിയെ ഇന്ന് തൻ്റെ സ്വന്തം ഭാര്യയായേനെ. തങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷമായി തന്നെ ജീവിക്കാമായിരുന്നു. പക്ഷേ മതത്തിൻ്റെ പേരിലും അവർ അവളെ തന്നിൽ നിന്നും അകറ്റി. എന്നിട്ട് ഒന്നും അറിയാതെ ഈ പാവ മനുഷ്യൻ്റെ തലയിലങ്ങ് കെട്ടിവെച്ചു. അതിനെല്ലാം ഉപരി തനിക്കൊരു മകളുണ്ട്, അലീന. തൻ്റെ സ്വന്തം രക്തം, തൻ്റെ സ്വഭാവം കിട്ടിയവൾ. അവൾ എവിടെയോ അനാഥയെ പോലെ വളർന്നു. ഇപ്പോൾ സ്വന്തം അമ്മയുടെ വെറുപ്പും സഹിച്ചു നിൽക്കുന്നു. ഇതൊക്കെ ആലോചിച്ചപ്പോൾ സ്റ്റാൻലിക്ക് തൻ്റെ നെഞ്ച് പൊട്ടുന്നത് പോലെ തോന്നി. അയാൾ വീണ്ടും കസേരയിലേക്ക് അങ്ങിരുന്നു. രണ്ട് കൈയും കൊണ്ട് തലങ്ങ് താങ്ങി പിടിച്ചു. ഇനി എന്ത് ചെയ്യും? അവളെ പോയി കൂട്ടിക്കൊണ്ടുവരണോ? താനാണ് അച്ഛനെന്ന് അവളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അവൾ തന്നെ അംഗീകരിക്കുമോ? ഒട്ടും പ്രതീക്ഷയില്ലാത്ത സമയത്ത് കടന്നു വന്ന ഈ സത്യങ്ങൾ അയാളെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. എങ്കിലും ഒന്നുറപ്പാണ്, തൻ്റെ അലീനയെ ആരുടെയും മുൻപിലിട്ടിട്ടിങ്ങനെ കൊട്ടുക്കാനൊന്നും അയാൾ തയ്യാറായില്ല. അവളെ തൻ്റെ അടുത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരണം. ഒരച്ഛൻ്റെ സ്നേഹം എന്താണെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കണം. അതുവരെ അനുഭവിച്ച സങ്കടങ്ങൾക്കെല്ലാം പകരം അവൾക്ക് സന്തോഷം മാത്രം നൽകണം. സ്റ്റാൻലിയുടെ മനസ്സിൽ പുതിയ ആ ഒരു തീരുമാനങ്ങളൊക്കെ ഉറക്കുന്നുണ്ടായിരുന്നു. ആര് വന്നാലും ഇനി അവൾക്കൊരു തണലായി താൻ ഉണ്ടാകുമെന്ന് തന്നെ അയാൾ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ സ്റ്റാൻലി ഏതായാലും അലീനയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.